പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ജീവിതകാലം മുഴുവനും പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കണം എന്ന വിധി കിട്ടിയ നിങ്ങൾ ആ മരുന്നുകൾ കഴിച്ചും ഇൻസുലിൻ എടുത്തും മടുത്ത നിങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ വന്ന് അവയ്ക്കുള്ള മരുന്ന് കൂടെ കഴിക്കുന്ന നിങ്ങളൊക്കെയാണ് നേച്ചർ ലൈഫിലേക്ക് വരുന്നത്. അവിടെ വന്ന് 10 കൊല്ലം കഴിച്ച ഈ മരുന്നിൻ്റെ കെണിയിൽ നിന്ന് വെറും 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ചാടിപ്പുറത്ത് വന്ന് പറന്ന് നടക്കാമെന്ന് കരുതിയാൽ അത് ഒരതിര് കവിഞ്ഞ മോഹമല്ലേ? അങ്ങനെ നടക്കുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷേ ഒരു ജാഗ്രത വേണ്ടേ? നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ച, നിങ്ങളുടെ ശരീരത്തെ രോഗിയാക്കിയ, നിങ്ങളുടെ പാൻക്രിയാസിനെ തകർത്ത, നിങ്ങളുടെ രക്തത്തെ കട്ടയാക്കിയ, നിങ്ങളുടെ ശരീരത്തിൽ നീരുവീഴ്ചയുണ്ടാക്കിയ, തൈറോയിഡിനെ തകർത്ത ആ സാധനങ്ങൾ വീണ്ടും നിങ്ങൾ വാശി പിടിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ ആവില്ലേ? അതല്ലേ മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു വാക്സിനോ, ഏതെങ്കിലും ഒരു മരുന്നിനോ, ഏതെങ്കിലും ഒരു സർജറിക്കോ, ആ സർജറിക്ക് പറ്റും. ആ അവയവം എടുത്ത് കളയുന്നതുകൊണ്ട് പിന്നെ ആ അവയവത്തിന് ഒരു കുഴപ്പവും പറ്റില്ല. സർജറിക്ക് മാത്രമേ നിങ്ങളെ ആ രീതിയിൽ മാറ്റിത്തരാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് രക്തമജ്ജ മാംസാദികളായി നിരന്തരം സ്വയം പരിവർത്തനം ചെയ്യുന്ന, പുതുക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ശരീരം. അതിന് കിട്ടുന്ന സാധനം കൊണ്ട്, കിട്ടുന്ന പൊടി കൊണ്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കും. പൊടിയുടെ കുഴപ്പം ചപ്പാത്തിയിലുണ്ടാകും, പൊടിയുടെ മെച്ചവും ചപ്പാത്തിയിലുണ്ടാകും. അതുപോലെ ഈ ശരീരത്തിന് കിട്ടുന്ന ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് രക്തമജ്ജ മാംസാദികൾ നിരന്തരമായി ഉണ്ടാക്കുന്ന ശരീരമാണല്ലോ. 15 ദിവസം പ്രകൃതി ചികിത്സാലയത്തിൽ നേച്ചർ ലൈഫിൽ വന്ന് നിന്ന് പോയാൽ ത്വക്കിലെ കാര്യങ്ങൾ ശരിയാവാൻ 28 തുടങ്ങി 40 ദിവസം, കരളിനെ നേരെയാക്കാൻ 200 തുടങ്ങി 400 ദിവസം, വൃക്കകൾക്കുള്ള തകരാറാണെങ്കിൽ 3 കൊല്ലം, പാൻക്രിയാസും 1 കൊല്ലത്തിനപ്പുറമൊക്കെ എടുക്കും. 2-3 പ്രാവശ്യം ഈ അവയവം പുതിയ ഭക്ഷണപാനീയങ്ങളിലൂടെ നന്നായി വരുന്നത് വരെ നിങ്ങൾ ജാഗ്രതയോടെ ജീവിക്കണം. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രകൃതിയിലേക്ക് വരുന്നതിൽ നേച്ചർ ലൈഫിൻ്റെ രീതികൾ നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളൊരു മരുന്ന് കമ്പനിയുടെ അടിമകളാകുന്നില്ല, നിങ്ങളൊരു ആശുപത്രിയുടെ ആശ്രിതരാകുന്നില്ല, ഡോക്ടറുടെ കീഴിൽ അടിമയായി മാറുന്നില്ല. നിങ്ങൾ സ്വയം പര്യാപ്തത നേടുന്നു, സ്വാശ്രയത്വം നേടുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ നയിക്കാൻ സാധിക്കും. അല്പം അച്ചടക്കം വേണം. അലസ ജീവിതം നയിച്ചുകൊണ്ട് അച്ചടക്കം പാലിക്കാതെ, അതിന് ന്യായം പറയാൻ പലതും ഉണ്ടാകും, പലതരത്തിലുള്ള ന്യായവും പറയാനുണ്ടാകും. പക്ഷേ ആരോഗ്യകരമായൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ, ദുരിതം അനുഭവിക്കാതെ നന്നായി ജീവിച്ച് കടന്നു പോകാൻ കഴിയണമെങ്കിൽ അതിൻ്റേതായ വില കൊടുത്തേ പറ്റൂ. ഉദാസീനതയരുത്. പലരും പറയുന്ന അർത്ഥമില്ലാത്ത ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളിൽ പെട്ടുപോകരുത്. ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ നരകിച്ചു മരിക്കേണ്ടതായി വരും. അതൊഴിവാക്കാൻ കഴിയണം. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഉത്തരവാദിത്തപൂർവമായ ജീവിതം നയിക്കുകയാണോ വേണ്ടത്? കണ്ണി കണ്ടതൊക്കെ വാരി തിന്നും വലിച്ചു കുടിച്ചും തോന്നുന്നത് പോലെ കിടന്നുറങ്ങിയും ഉറങ്ങാതിരുന്നും ഒക്കെ ജീവിച്ച് പിന്നെ ആശുപത്രികളിൽ പോയി കയ്യിലുള്ള കാശ് കുടുംബം പണയം വെച്ചതുവരെ കൊടുത്ത് ICUയിലും വെന്റിലേറ്ററുമെല്ലാം കിടന്ന് അങ്ങനെ പോകുന്നതാണോ നല്ലത്? എഴുതണം, കഴിയുന്നത്ര ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.